ഹലോ, വെൽക്കം ടു ഷൂട്ട് യുവർ മൊമെൻറ്റ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ മനസ്സിലാകും. ഫോക്കസ് ഏരിയയിൽ പറയുന്ന ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഒന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ബയോളജിക്കൽ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജി സബ്ജക്റ്റിൽ നമുക്ക് ടെക്സ്റ്റ് നോക്കുമ്പോൾ ചാപ്റ്റർ 2 ആണ്. പക്ഷേ ബോട്ടണിയിൽ നിങ്ങൾ ആദ്യമായി പഠിക്കുന്ന ചാപ്റ്റർ ആയിരിക്കും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ ബോട്ടണിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ചാപ്റ്റർ നമ്മൾ ഏതൊക്കെ കണ്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് വിൽ ഡിസ്കസ് അബൌട്ട് ഇൻട്രൊഡക്ഷൻ. ചാപ്റ്റർ നെയിം നോക്കിയാൽ അറിയാം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോ classification, what is classification, what is the purpose of classification and what is its importance, അത്രയും കാര്യങ്ങൾ നമ്മൾ പറയും. Then we'll talk about 5 kingdom classification. 5 kingdom classificationലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആ കാര്യങ്ങൾ നമ്മൾ പറയും. Then kingdom fungi. 5 kingdom classificationൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം ഫംഗി. ബാക്കിയുള്ള കിങ്ഡംസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാൻ പറയുന്നില്ല, കിങ്ഡം ഫംഗി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Therefore we'll discuss about kingdom fungi and different types of fungi. At last we'll discuss about viruses. Viruses എന്താണെന്ന് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. Therefore we'll discuss about viruses also. Okay, so introduction, 5 kingdom classification, kingdom fungi, viruses. ഇത്രയും കണ്ടൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഓക്കെ, ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ബയോളജി ആകുമ്പോൾ ഓർഗാനിസംസ് ആണല്ലേ. സോ ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പറയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കുറച്ച് ബേസിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറേ ഓർഗാനിസംസിനെ വെച്ച് നോക്കിയിട്ട് കോമൺ ആയിട്ട് അവർ ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓർഗാനിസംസിനെയൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഓർഗാനിസംസിനെ വേറെ മറ്റൊരു ഗ്രൂപ്പിലേക്കാക്കി മാറ്റുന്നു. ഓക്കെ, സോ വി ആർ കാറ്റഗറൈസിങ് ദ ഓർഗാനിസംസ് ബേസ്ഡ് അപ്പോൺ സർട്ടൻ ക്യാരക്ടേഴ്സ്. അത് എന്ത് ക്യാരക്ടേഴ്സും ആവാം. ഓക്കെ, സോ കാറ്റഗറൈസ് ചെയ്യുക ബേസ്ഡ് അപ്പോൺ സം ക്യാരക്ടേഴ്സ്. വെൻ വി ആർ ക്ലാസിഫൈങ് ഓർ categorizing the organisms, that process is known as classification. Okay, and what is its importance? എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നടത്താൻ സാധിക്കില്ല ഓർഗാനിസംസിൻ്റെ ഇടയിൽ, അല്ലേ? പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്, അല്ലേ, ഓർഗാനിസംസിൻ്റെ കേസിൽ. സോ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സർട്ടൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഓർഗാനിസംസ് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സോ അല്ലെങ്കിൽ ബാക്കി വേറെ ഏതെങ്കിലും പർപ്പസസിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മളെ മുന്നിൽ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഓർഗാനിസംസിനെയും നമുക്കതിൽ യൂസ് ചെയ്യാം, അല്ലേ? നേരെ മറിച്ച് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഓരോ ഓർഗാനിസംസിനെ എടുത്ത് ചെക്ക് ചെയ്യണമായിരുന്നു. ഓക്കെ, ഓർഗാനിസംസിന് നിലവിലൊരു ഡെഫിനിറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ സ്റ്റഡീസ് നടത്താൻ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ മെക്കാനിസം ആദ്യം കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. He classified the plants based upon their morphological character. എന്താണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്? എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഓക്കെ, എക്സ്റ്റേണൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് അരിസ്റ്റോട്ടൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് ഹി ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ടു 3 കാറ്റഗറീസ്: ട്രീസ്, shrubs and herbs. ഇങ്ങനെ 3 കാറ്റഗറീസിലേക്കാണ് അരിസ്റ്റോട്ടിൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, പിന്നീട് സയൻസ് ഡെവലപ്പ് ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് മതിയാവില്ല, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നത്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് under 2 kingdom classification, the whole organisms were classified into 2 categories:
അനിമാലിയ ആൻഡ് പ്ലാന്റേ. അനിമാലിയ ആൻഡ് പ്ലാന്റേ എന്ന് പറയുന്ന 2 കാറ്റഗറീസ് ആക്കിയിട്ടാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷനും ഒരുപാട് ലിമിറ്റേഷൻസ് വന്നു. ഓക്കെ, ഇങ്ങനെ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ഈ 2 ഗ്രൂപ്പിലും ഉൾപ്പെടുത്താൻ സാധിക്കാത്ത കുറേ ഓർഗാനിസംസിനെ കണ്ടെത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ട് കാര്യമില്ല, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, സോ അങ്ങനെ ചിന്തിക്കാനിടയായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ്. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? ഇറ്റ് കാൺ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. എന്താണ് യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യൂകാരിയോട്സ് ആർ ദ ഓർഗാനിസംസ് ഹാവിങ് സെൽസ് വിത്ത് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ് യൂകാരിയോട്സ്. ഈ ഡെഫിനിറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഇൻഡിവിജ്വൽ സെൽസിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിരിക്കും. ഒരു പെർഫെക്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ന്യൂക്ലിയസും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, കമ്മിങ് ടു പ്രോകാരിയോട്സ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവർക്കൊരു ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ സെൽസിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിരിക്കില്ല. സോ ഈ രണ്ട് വിഭാഗത്തിലുള്ള ഓർഗാനിസംസ് തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിച്ചില്ല 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്. ഓക്കെ, ആൻഡ് it can't distinguish between unicellular and multicellular organisms. Okay, then photosynthetic and non-photosynthetic organisms though. ഈ 3 ലിമിറ്റേഷൻസ്, മെയിനായിട്ട് ഈ 3 ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നിന്നൊരു മാറ്റം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കുന്നത്. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ഈ 2 അതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസിനെ കൊണ്ട് നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ഓർഗാനിസംസിനെ നമുക്ക് ഓരോ കാറ്റഗറീൻ്റെ അണ്ടറിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യപ്പെടുന്നത്. And it was proposed by R.H. Whittaker in 1969. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ R.H. Whittaker in 1969. And the 5 kingdoms are Kingdom Monera, Kingdom Protista, Kingdom Fungi, Kingdom Plantae, Kingdom Animalia. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 5 കിങ്ഡംസിൻ്റെ നെയിം എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഏതൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ ഇറ്റ് വിൽ ബി ബേസ്ഡ് അപ്പോൺ സം ക്യാരക്ടേഴ്സ്. ചില ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഗാനിസംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ഒരു 5 കിങ്ഡംസ് ആക്കിയിട്ട് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തത് മെയിനായിട്ട് എന്തിൻ്റെയൊക്കെ ബേസിലായിരുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ സെൽ സ്ട്രക്ചർ. ഓർഗാനിസംസിൻ്റെ സെൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ദെൻ മോഡ് ഓഫ് ന്യൂട്രീഷ്യൻ്റെ രീതി, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് ബോഡി ഓർഗനൈസേഷൻ. ഇത്രയും ഈ 4 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 5 കിങ്ഡംസ് ആക്കിയിട്ട് ഓർഗാനിസംസിനെ R.H. Whittaker 1969 ക്ലാസിഫൈ ചെയ്തത്. ആൻഡ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് നോൺ ആസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. സോ നെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് എന്തായാലും ഒപ്പം വെച്ച് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ വായിച്ച് നോക്കണം. ടെക്സ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ടെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞ ഉടനെ നമ്മളൊരു ടേബിൾ അതിൽ പറയുന്നുണ്ട്. ആ ടേബിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ടേബിൾ നിങ്ങൾ ഹേർട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയും. ആ ടേബിളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ടേബിളിൽ ഫസ്റ്റ് കോളം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, അതാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് കിങ്ഡം മൊണീറ, തേർഡ് വൺ കിങ്ഡം പ്രൊട്ടിസ്റ്റ, ഫോർത്ത് വൺ കിങ്ഡം ഫംഗി, ഫിഫ്ത്ത് വൺ കിങ്ഡം പ്ലാന്റേ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് കിങ്ഡം അനിമാലിയ. ഓക്കെ, ഇനി നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും എല്ലാ കിങ്ഡംസിൻ്റെ കേസിലും എങ്ങനെയാണ് എന്നുള്ളത് നോക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ഈസ് സെൽ ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മൊണീറ
എക്സെപ്റ്റ് മൊണീറ ഓൾ ആർ യൂക്കാരിയോട്ടിക് അല്ലേ. മൊണീറ മാത്രമാണ് പ്രൊക്കാരിയോട്ടിക് ആയിട്ട് വരുന്നത്, ബാക്കി എല്ലാതും യൂക്കാരിയോട്ടിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഏതാണ് പ്രൊക്കാരിയോട്ടിക്? മൊണീറ മാത്രമാണ്. പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഈ സെൽ ടൈപ്പ് നിങ്ങൾ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തേർഡ് ക്യാരക്ടർ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലേ. സെൽ ടൈപ്പ് നമ്മൾ പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രൊക്കാരിയോട്ടിക് ആണെങ്കിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ അവിടെ ആബ്സെൻ്റ് ആയിരിക്കും, യൂക്കാരിയോട്സ് ആണെങ്കിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ അവിടെ പ്രസൻ്റ് ആയിരിക്കും. സോ സെൽ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ മൊണീറയുടെ കേസിൽ മാത്രം ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ കേസിലും ദ ന്യൂക്ലിയർ മെംബ്രെയിൻ വിൽ ബി പ്രസൻറ്റ്. ഓക്കെ, സെക്കൻഡ് ക്യാരക്ടർ ഇറ്റ് ഇസ് സെൽ വാൾ. സെൽ വാൾ എന്ന് നമുക്ക് പറയാം ദ വാൾ സറൗണ്ടിങ് ദ സെൽസ് അല്ലേ. സോ സെൽ വാൾ കിങ്ഡം മൊണീറയുടെ കേസിൽ ഇറ്റ് ഇസ് നോൺ സെല്ലുലോസിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇറ്റ് ഇസ് നോൺ സെല്ലുലോസിക്. എന്താണ് അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? പോളിസാക്കറൈഡ് പ്ലസ് അമിനോ ആസിഡ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ സെൽ വാൾ ഈസ് പ്രസൻറ്റ് ഇൻ സം പ്രൊട്ടിസ്റ്റാസ്. ഓക്കെ, ചില ഓർഗാനിസംസ്, പ്രൊട്ടിസ്റ്റേൻ്റെ അണ്ടറിൽ വരുന്ന ചില ഓർഗാനിസംസിൽ നമുക്ക് സെൽ വാൾ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇൻ കിങ്ഡം ഫംഗൈ ഇറ്റ് ഈസ് പ്രസൻറ്റ് വിത്തിൻ കൈറ്റിൻ എന്നുള്ളൊരു കോമ്പൗണ്ടാണ് സെൽ വാളിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കൈറ്റിൻ എന്നുള്ള കോമ്പൗണ്ടാണ്. സെൽ വാൾ ഈസ് പ്രസൻറ്റ്. പ്ലാന്റ് ആകുമ്പോൾ സെൽ വാൾ എന്തായിരിക്കും? കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? സെല്ലുലോസിക് ആയിരിക്കും അല്ലേ സെൽ വാൾ. അനിമേലിയയുടെ കേസിൽ അത് എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. സെൽ വാൾ ഈസ് ആബ്സെൻ്റ് ഇൻ അനിമാലിയ. നമ്മൾ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ക്ലാസ്സസിൽ. സോ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ആനിമൽസിൻ്റെ കേസിൽ ഒരു ഡെഫിനറ്റ് സെൽ വാൾ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ദ ഫോർത്ത് ക്യാരക്ടർ ഈസ് ബോഡി ഓർഗനൈസേഷൻ. എങ്ങനെയാണ് ഓർഗാനിസംസിൻ്റെ ബോഡി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? കിങ്ഡം മൊണീറയിൽ ഇറ്റ് ഇസ് സെല്ലുലാർ, സെൽസ് ആണ് അല്ലേ. ഓർഗനൈസേഷൻ വന്നാൽ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. പ്രൊട്ടിസ്റ്റ ഓൾസോ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. ദെൻ ഇൻ ഫംഗി ഇറ്റ് ഇസ് മൾട്ടി സെല്ലുലാർ. ഫംഗീസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് സെല്ലുലാർ സെൽസ് ഓർഗനൈസ് ഇൻ ടു ലൂസ് ടിഷ്യൂസ് ആയിട്ട് ബോഡി ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫംഗീൻ്റെ കേസിൽ. ഓക്കെ, ദെൻ ഇൻ പ്ലാന്റ് cells are combined to form tissues and tissues are combined to form organs. So tissue and organs ആയിട്ടാണ് ബോഡി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻ അനിമാലിയസിൽ എങ്ങനെയാണ്? ടിഷ്യൂ, ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം. സെൽസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ടിഷ്യൂ ആകുന്നു, ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻ ആവുന്നു, ആൻഡ് ഓർഗൻ കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻ സിസ്റ്റം ആവുന്നു. അങ്ങനെയാണ് കിങ്ഡം അനിമാലിയൻ അണ്ടറിൽ കാണുന്ന ഓർഗാനിസംസിൻ്റെ ബോഡി ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ ദ ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അവർ ഏത് രീതിയിലാണ് ന്യൂട്രീഷൻ നടത്തുന്നത്? ഓക്കെ, ദെൻ ഇൻ മൊണീറ ദേ ആർ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്. പ്രൊട്ടിസ്റ്റ ഓൾസോ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്. ഫംഗൈ ഹെട്രോട്രോഫിക് ആണ്, പ്ലാന്റ് ഓട്ടോട്രോഫിക് ആണ്, അനിമാലിയ ഹെട്രോട്രോഫിക് ആണ്. സോ വാട്ട് ഈസ് ഓട്ടോട്രോഫിക്? ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത് ദ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ മേക്ക് ദിയർ ഓൺ ഫുഡ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ന്യൂട്രീഷൻ നടത്താൻ കഴിവുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ദെൻ വേറെ മറ്റുള്ള ഓർഗാനിസംസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ഹെട്രോട്രോഫിക് എന്ന് പറയുന്നത്. സോ മൊണീറ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. പ്രൊട്ടിസ്റ്റ ഓൾസോ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്. ഫംഗൈ ഇറ്റ് ഈസ് ഹെട്രോട്രോഫിക്. പ്ലാന്റ് ഓട്ടോട്രോഫിക് ആണ്, നമുക്കറിയാം. അനിമാലിയ ഹെട്രോട്രോഫിക് ആണ്. സോ ദീസ് ആർ ദ ബേസിക് ക്യാരക്ടേഴ്സ് ഓഫ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന 5 കിങ്ഡംസ് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. അവരെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ടേബിളിൽ പറയുന്നുണ്ട്. സോ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് തന്നെ ചെയ്തോളാം. കാരണം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിക്കാൻ ചാൻസ് ആരാണ് പ്രപ്പോസ് ചെയ്തത് ആൻഡ് ബേസ്ഡ് അപ്പോൺ വാട്ട് ക്യാരക്ടേഴ്സ്, അത്രയും കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ ടേബിളും പിന്നെ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പ്രീവിയസ് സ്ലൈഡിൽ കാണിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ക്ലാസിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ
നമ്മൾ ചെയ്യുന്നത് കിങ്ഡം ഫംഗെ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗെ. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുക, ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുക. അപ്പോഴേക്കും നെക്സ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും നന്നായി പഠിക്കൂ. താങ്ക് യു ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗെദർ.